2026 നിയമസഭാ ഇലക്ഷനിൽ UDFന് ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് ലഭിച്ചത്. 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ UDF ആരാണ് മുഖ്യമന്ത്രി എന്ന തർക്കത്തിൽ ഉടക്കി നിൽക്കുകയാണ്. കോൺഗ്രസിലെ പ്രമുഖരായ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായ VD സതീഷിനെ മുഖ്യമന്ത്രിയാക്കും എന്ന ഒരു ധാരണയിൽ തന്നെയാണ് ജനങ്ങൾ മഹാഭൂരിപക്ഷം നൽകി UDFനെ വിജയിപ്പിച്ചത്. ഇവിടെ പലരും ചർച്ച ചെയ്യുന്നത് യോഗ്യതയെക്കുറിച്ചാണ്. മത്സര രംഗത്തുള്ള 3 പേരും യോഗ്യതയുള്ളവരാണ്. എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ള 3 ആളുകളാണ് ഇപ്പോൾ രംഗത്തുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ രംഗത്തില്ലാത്ത K മുരളീധരനെ പോലെയുള്ള ആളുകൾ മഹായോഗ്യന്മാരാണ്. യോഗ്യതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ജനങ്ങൾ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച മട്ടന്നൂരിലെ MLA ആയിരുന്ന KK ശൈലജയെ മന്ത്രിസഭയ്ക്ക് പുറത്തു നിർത്തുകയാണ് LDF അല്ലെങ്കിൽ പിണറായി വിജയൻ ചെയ്തത്. ജനഹിതത്തോടുള്ള വെല്ലുവിളിയായിരുന്നു അത്. KK ശൈലജ ഉൾപ്പെടെയുള്ള ഒരു ഗവൺമെന്റ് വരണം എന്നായിരുന്നു ജനവിധി. ജയിക്കാൻ സാധ്യതയില്ലാത്ത പേരാവൂർ സീറ്റ് നൽകി വീണ്ടും അവരെ ബലിയാടാക്കിയപ്പോൾ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചു. ആ പ്രതികരണമാണ് LDF ഇപ്പോൾ നേരിട്ടത്. ജയിപ്പിക്കാൻ ജനങ്ങൾ തീരുമാനിക്കാൻ പാർട്ടി എന്ന ലൈനായാൽ ഇതേ അപകടം UDFനെയും ബാധിക്കും. മുഴുവൻ MLA മാരും MP മാരും KC വേണുഗോപാലിനെ മാത്രമേ പിന്തുണക്കുകയുള്ളൂ. ആരെങ്കിലും മറിച്ച് VD സതീഷിനെയോ രമേശ് ചെന്നിത്തലയോ പിന്തുണക്കുന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി അപകടത്തിലായിരിക്കും. മന്ത്രിസഭയിൽ ചേരണമെന്നാഗ്രഹിക്കുന്ന, മന്ത്രിയാകണമെന്നാഗ്രഹിക്കുന്ന, കീടനാശിനി വകുപ്പെങ്കിലും കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരാളും VD സതീഷിന്റെ പേര് പറയില്ല. അവരുടെ രാഷ്ട്രീയ ഭാവി അപകടത്തിലാകും. ആ ലിസ്റ്റ് കിട്ടുന്നത് KC വേണുഗോപാലിന്റെ കയ്യിലാണ്. അദ്ദേഹത്തെ പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ മത്സരത്തിനിറങ്ങുന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കോൺഗ്രസ് വിജയിക്കുമെന്നും UDF അധികാരത്തിൽ വരുമെന്നും ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ KC വേണുഗോപാലിന് MP സ്ഥാനം രാജിവെച്ച് ഈ മത്സരത്തിൽ പങ്കെടുക്കാമായിരുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് രാജിവെക്കേണ്ടി വരും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ആയതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് വിജയം കിട്ടുന്നത്. അദ്ദേഹം രാജിവെച്ചാൽ ഒരു പക്ഷേ ആ സീറ്റ് BJPയിലേക്ക് പോകാം. പിന്നീടുള്ളത് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കണം. ആ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അദ്ദേഹത്തിന് ഇരിക്കൂർ പോലെയുള്ള സുരക്ഷിതമായ മണ്ഡലങ്ങൾ ഒരുക്കിയാലും മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം മത്സരിച്ച K മുരളീധരൻ വടക്കാഞ്ചേരിയിൽ AC മൊയ്തീനോട് തോറ്റ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. വളരെ റിസ്ക് പിടിച്ച ഒരു പരിപാടിയാണ് KCയുടെ മുഖ്യമന്ത്രി സ്ഥാനം. KCയെ വെല്ലുവിളിച്ചുകൊണ്ട് AICCക്കും ഹൈക്കമാൻഡിനും താല്പര്യമില്ലാത്ത ജനങ്ങളുടെ പിന്തുണയോടുകൂടി VD സതീഷിനെ മുഖ്യമന്ത്രിയാക്കിയാൽ തന്നെ അദാനിയെ കണ്ട വാർത്ത പുറത്തു വരികയുണ്ടായി. ISRO ചാരക്കേസ് പോലെയുള്ള പല കേസുകളും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടി നടക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ അപകടത്തിലേക്ക് UDFനെ, കോൺഗ്രസിനെ എത്തിച്ചത് സംഘടനാപരമായ ദൗർബല്യമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്ന ആളുകളെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. രാഷ്ട്രീയത്തിൽ ഒരു പ്രാവശ്യം മാത്രം ലഭിക്കുന്ന അവസരമാണ്. ആ അവസരം പിന്നീട് തിരിച്ചു കിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന ആ അസുലഭ മുഹൂർത്തത്തിന് വേണ്ടി KCയോ രമേശ് ചെന്നിത്തലയോ VD സതീശനോ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല.